ധർമ്മസ്ഥല വിഷയത്തിൽ തനിക്കെതിരായ കേസ് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ലോറി ഉടമ മനാഫ്. യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയിൽ ലൈക്ക് അടിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നതെന്നും മനാഫ് പറയുന്നു. അതേസമയം 3 ദിവസത്തിനകം ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടുപ്പി പോലീസ് മനാഫിന് നോട്ടീസ് നൽകി. മതവികാരം വ്രണപ്പെടുത്തിയെന്നതാണ് കേസ്. അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഇപ്പോൾ മനാഫിനെതിരായ കേസ് എന്താണ്? മനാഫിന്റെ ന്യായീകരണം എന്താണ്? സ്മൃതി, ഇപ്പോൾ ഉടുപ്പി പോലീസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും ഇവിടേക്ക് മനാഫിനെ വിളിച്ചു വരുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. 3 ദിവസത്തിനകം ഉടുപ്പി പോലീസിന് മുന്നിൽ ഹാജരാകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മനാഫ് 3 ദിവസത്തിന് ഉള്ളിൽ തന്നെ ഹാജരാകുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയത്ത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് മനാഫിനെതിരെ ഉയർന്നിരിക്കുന്ന ഒരു പരാതി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് ഇത് സംബന്ധിച്ച ഒരു കേസെടുത്തിരിക്കുന്നത്. 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് നോട്ടീസ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം തന്നെ ഹാജരാകും. SITക്ക് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെയായിരിക്കും ഉടുപ്പി സ്റ്റേഷനിലേക്കും ഹാജരാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മനാഫ് പറയുന്നത് ഇപ്പോൾ SIT എടുത്തിരിക്കുന്ന കേസിൽ ഹാജരാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മല്ലു മാർട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വന്നിരുന്നു. അതിന് താൻ ലൈക്ക് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരെ താൻ പ്രവർത്തിച്ചു എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പ്രതികരിച്ചു എന്നുള്ള നിലയിലാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച ഗൂഢാലോചനയുണ്ട്. നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടില്ല. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SIT എടുത്തിരിക്കുന്ന കേസിൽ നാളെ ബെൽത്തങ്ങാടി പോലീസിന് മുന്നിലും ഹാജരാകുമെന്നും മനാഫ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.